ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ Ooty ട്രാവൽസ്. ഇന്നത്തെ വ്ലോഗ് കുനൂറിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് പ്ലേസസിൽ ഒന്നായ ലാംസ്ട്രോക്കിനെ കുറിച്ചാണ്. കൂനൂരിൽ നിന്നും 8 കിലോമീറ്റർ അകലെയാണ് ലാംസ്ട്രോക്ക് സ്ഥിതി ചെയ്യുന്നത്. കൂനൂർ ടൗണിൽ നിന്നും ബെഡ്ഫോർഡിലേക്ക് പോകുന്ന മൗണ്ട് റോഡ് 2 കിലോമീറ്റർ കഴിയുമ്പോൾ ഈ ട്രാഫിക് സർക്കിളിൽ എത്തും. ഈ സർക്കിളിൽ നിന്നും മുകളിലേക്ക് പോകുന്ന റോഡ് സിംസ് പാർക്കിലേക്കും താഴേക്ക് പോകുന്ന റോഡ് ഡോൾഫിൻ നോസിലേക്കും ലാംസ്ട്രോക്കിലേക്കും ഉള്ളതാണ്. ഈ റോഡിന് ഇരുവശങ്ങളിലും വൻ മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ ഈ ഭാഗത്ത് കൂടുതൽ തണുപ്പ് നമുക്ക് അനുഭവപ്പെടും. കൂനൂരിനെ സഞ്ചാരികളിലേക്ക് ആകർഷിക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് ഈ മലനിരകളും മൂടൽമഞ്ഞ് ഒഴുകി വരുന്ന താഴ്വരകളും ഇവിടുത്തെ കാറ്റും ചിന്നിച്ചിതറുന്ന വെള്ളച്ചാട്ടവും പച്ച വിരിച്ചു പരന്നു കിടക്കുന്ന തേയിലത്തോട്ടവും. ടീ, കോഫി പ്രൊഡക്ഷന് പേരുകേട്ട സ്ഥലമാണ് കൂനൂർ. സമ്മർ സീസണിലാണ് ഇവിടുത്തെ കാഴ്ചകൾ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. ഈ ടീ എസ്റ്റേറ്റിൽ ഫോട്ടോസ് എടുക്കുവാൻ ധാരാളം പേരെത്തുന്നുണ്ട്. കോസ്റ്റ്യൂംസ് ഇട്ടുകൊണ്ട് തേയില നുള്ളുന്ന പോലെയുള്ള ഫോട്ടോസ് ഇൻസ്റ്റന്റ് ആയി എടുത്തു തരാൻ ധാരാളം ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെയുണ്ട്. അന്നത്തെ ബ്രിട്ടീഷ് ക്യാപ്റ്റനായ ലാംബാണ് ഈ വ്യൂ പോയിന്റ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ലാംസ്ട്രോക്ക് എന്ന് പേര് വന്നു. ഈ വഴി നേരെ പോകുന്നത് ഡോൾഫിൻ നോസിലേക്കും റൈറ്റിലേക്ക് ലാംസ്ട്രോക്കുമാണ്. ഇവിടെ ചോക്ലേറ്റിന്റെയും യൂക്കാലിപ്റ്റസ് ഓയിലിന്റെയും ചെറിയൊരു ഫാക്ടറി കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറാം. തേയിലത്തോട്ടത്തിനിടയിൽ ഒരു ട്രക്ക് ഹോട്ടൽ കാണാം. സീസൺ കഴിഞ്ഞെങ്കിലും ഇവിടെ വളരെ തിരക്കാണ്. എൻട്രൻസിൽ തന്നെ നിറയെ കടകളുണ്ട്. ഇവിടെ നിന്നും ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, സ്നാക്സ്, കിഡ്സ് ടോയ്സ് എല്ലാം നമുക്ക് ഇവിടെ നിന്നും വാങ്ങാവുന്നതാണ്. ഈ മലയെ സ്ലീപ്പിംഗ് ലേഡി എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ലേഡി കിടക്കുന്നത് പോലെയാണ് ഈ മലയുടെ ഷേപ്പ്. ഇവിടെ ടിക്കറ്റ് ചാർജ് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട്. ഇവിടെ ഇരുന്ന് മലയുടെ ഭംഗി ആസ്വദിക്കാം. റൈറ്റ് സൈഡിൽ കാണുന്ന ഈ വഴിയിലൂടെ വ്യൂ പോയിന്റിലേക്ക് പോയി തിരികെ ലെഫ്റ്റ് സൈഡിലൂടെ ഇറങ്ങി വരാവുന്നതാണ്. ഇതൊരു ചെറിയ ഫോറസ്റ്റ് ഏരിയ ആണ്. ഒരു ചെറിയ ട്രക്കിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഈസിയായി ട്രക്കിംഗ് ചെയ്യാവുന്നതാണ്. തെളിഞ്ഞു കാണുന്ന മരങ്ങളുടെ വേരുകളും ഉൾവശങ്ങളിൽ ചെറുമരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്നതും വളരെ നല്ല കാഴ്ചയാണ്. ഇതാണ് ലാംസ്ട്രോക്ക് വ്യൂ പോയിന്റ്. കോയമ്പത്തൂർ പ്ലെയിൻസ്, കോഫി എസ്റ്റേറ്റ്, ടീ എസ്റ്റേറ്റ്, ഫോറസ്റ്റ് എന്നിവയാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുന്ന കാഴ്ചകൾ. നീലഗിരിയിലെ രണ്ടാമത്തെ വലിയ ഹിൽ സ്റ്റേഷനാണ് കൂനൂർ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ നിരവധി കാഴ്ചകൾ നിറഞ്ഞ ഇടമാണ്. കാഴ്ചകൾ മാത്രമല്ല, ട്രക്കിംഗ്, ഹൈക്കിംഗ് മുതലായ വിനോദസഞ്ചാരങ്ങൾക്കും ഇവിടെ അനുയോജ്യമാണ്. ഇത് കപ്പിൾസിന്റെ ഒരു റൊമാൻറ്റിക് പ്ലേസും ഫാമിലിക്കായുള്ളൊരു ഫേമസ് പിക്നിക് സ്പോട്ടുമാണ്.
ക്ലൈമറ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നീലഗിരിയിലെ ഏത് വ്യൂ പോയിന്റിലെയും കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയൂ. ലാംസ്ട്രോക്ക് വ്യൂ നന്നായി കാണുവാനായി മുകളിൽ ഒരു വാച്ച് ടവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. ക്ലൈമറ്റ് ക്ലിയർ ആയതുകൊണ്ട് നമുക്ക് നന്നായി കാണാൻ കഴിയും. ഒരു ബൈനോക്കുലർ കൊണ്ടുവന്നാൽ ഇവിടുത്തെ വ്യൂ നന്നായി കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ എൻട്രൻസിൽ നിന്നും ബൈനോക്കുലർ റെന്റിന് ലഭിക്കുന്നതാണ്. ഇവിടെ കുരങ്ങന്മാർ കൂടുതൽ ഉള്ളതുകൊണ്ട് എന്ത് കയ്യിൽ കരുതിയാലും സൂക്ഷിക്കേണ്ടതാണ്. ഇനി ലാംസ്ട്രോക്കിനടുത്തുള്ള ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് നമുക്ക് പോകാം. ഇവിടെ തന്നെ യൂക്കാലിപ്റ്റസ് ഓയിലിന്റെ ചെറിയൊരു ഫാക്ടറി ഉണ്ട്. ഇവിടേക്ക് ഫ്രീ എൻട്രി ആണ്. യൂക്കാലിപ്റ്റസ് ഓയിലിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ് അവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അടുത്ത് തന്നെ ഒരു ടീ കോഫി ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടുത്തെ കൗണ്ടറിൽ നിന്നും ഫ്രീ ആയി ടീ തരുന്നതായിരിക്കും. ടീ ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ടീ പൗഡർ വാങ്ങാവുന്നതാണ്. മസാല ടീ, ജിഞ്ചർ ടീ, ചോക്ലേറ്റ് ടീ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ടീ പൗഡേഴ്സ്. അടുത്തത് ചോക്ലേറ്റ് ഫാക്ടറിയാണ്. ഇവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പല ഫ്ലേവേഴ്സിലുള്ള ചോക്ലേറ്റ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. കൂനൂരിൽ വന്നിട്ട് ചോക്ലേറ്റും ടീ പൗഡറും ടേസ്റ്റ് ചെയ്യാതെ പോകുന്നവർ ചുരുക്കമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഊട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ പ്ലീസ് സബ്സ്ക്രൈബ് ഊട്ടി ട്രാവൽസ്.